ഹലോ കൂട്ടുകാരെ, അപ്പം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ സൗണ്ടൊക്കെ ലേശം പോയിരിക്കും കേട്ടോ, മാറിയിട്ടില്ല. അപ്പം നമുക്ക് മീൻകറി, കോട്ടയംകാരുടെ രീതിയിൽ മീൻകറി, എരിവും പുളിയുള്ള മീൻകറി വെച്ച് നോക്കാം. അതിനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടി കുറച്ചധികം നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം അതിൻ്റെ ആ ഒരു വെള്ള കളറൊക്കെ മാറി ചെറിയൊരു മഞ്ഞ കളറിലേക്ക് വരുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ട മസാലകൾ, മുളക് ഇട്ട മീൻകറിയാണ്, അതുകൊണ്ട് നമുക്ക് എരിവുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള മുളക് പൊടി എടുക്കാം. അപ്പം ഞാൻ എരിവ് ഇല്ലാത്തതാണ് എടുത്തിരിക്കുന്നത്, കാശ്മീരി. അതിൽ ലേശം എരിവിന് വേണ്ടി ലേശം അല്ലാത്തതും ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത്. ഇതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യാവേ. പിന്നെ നമുക്ക് കറിക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വിടാം. പിന്നെ 2 കുടംപുളി കേട്ടോ. ഈ കൂടെ ഞാൻ ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കിയായിരുന്നു, വീഡിയോക്കകത്ത് ഇത് വന്നിട്ടില്ല. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ എല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലകൾ എല്ലാം ഇത് വഴി എത്തട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. നല്ല മണം വരുന്നുണ്ടോ? എനിക്ക് വരുന്നുണ്ട് കേട്ടോ. എരിവിൻ്റെ പുളിയുടെ ഒക്കെ മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനിയിപ്പം കുറച്ച് കപ്പയും മീനും കൂടി എടുക്കട്ടെ. ഏതായാലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ.